ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ സുജ. അപ്പോൾ നിങ്ങളിൽ പലരും സി-ടെറ്റിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ടാവും. അതുപോലെ തന്നെ അടുത്ത സി-ടെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തവണത്തെ എക്സാം കഴിഞ്ഞപ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ പേപ്പറിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്, NCERT ടെക്സ്റ്റ് ബുക്കിൽ, അതൊക്കെ നമ്മുടെ എക്സാമിനെ ബാധിക്കുമോ? അതുപോലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഡൗട്ട്, എക്സാം എഴുതി കഴിഞ്ഞവരുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഡൗട്ടാണ് റിസൾട്ട് എപ്പോൾ ഡിക്ലെയർ ചെയ്യും, എപ്പോഴാണ് നമുക്ക് റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുക, അതുപോലെ തന്നെ എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്നത്, അങ്ങനെയുള്ള നിരവധി സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനുള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സി-ടെറ്റിൽ മാറ്റങ്ങൾ വന്നിട്ടുള്ളതോ, മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ, ഇനി ഇപ്പോൾ നടന്ന എക്സാമിൻ്റെ റിസൾട്ട് എപ്പോഴാണ് പബ്ലിഷ് ചെയ്യുക, ആ റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സർട്ടിഫിക്കറ്റ് എങ്ങനെ നമുക്ക് കിട്ടും, അതിൻ്റെ വെരിഫിക്കേഷൻ കാര്യങ്ങൾ, ഫർദർ പ്രൊസീഡിങ്സ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്കുള്ള സംശയം. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പം CC-യിൽ ബിഗ് ഡേ ഓഫേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കോഴ്സുകൾക്കും, CC-യിലുള്ള എല്ലാ കോഴ്സുകൾക്കും സ്പെഷ്യൽ ഓഫറുകളാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ സി-ടെറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സി-ടെറ്റിൻ്റെ എക്സാം കഴിഞ്ഞു അല്ലേ? ഇനി സാധാരണ നമുക്ക് ഒരു മാസം അല്ലെങ്കിൽ 1.5 മാസത്തിനുള്ളിലൊക്കെ ആയിട്ട്, 2 മാസത്തിനുള്ളിലായിട്ട് നമുക്ക് റിസൾട്ട് പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പോൾ വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ റിസൾട്ട് വരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെയാണ് നോർമലി ഉണ്ടാവാറുള്ള. എക്സാം നടക്കുന്നു, 1 or 2 months റിസൾട്ട് പബ്ലിഷ് ചെയ്യും. ആ ഒരു രീതിയിലാണ് നമ്മുടെ സി-ടെറ്റിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം സി-ടെറ്റ്, ഇനിയത്തെ സി-ടെറ്റിന് പഠിക്കുന്നവരാണെങ്കിൽ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള സംശയം പലർക്കും ഉണ്ടാവും. അതുപോലെ തന്നെ സി-ടെറ്റ് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു എക്സാമാണ്, അതുകൊണ്ട് നമ്മൾ എഴുതുന്നില്ല, ആ ഒരു മെൻറ്റാലിറ്റിയിൽ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പലർക്കും സി-ടെറ്റിനെ കുറിച്ചൊരു അവയർനെസ് ഇല്ല. എന്താണ് സി-ടെറ്റ് എക്സാം, അത് എന്തൊക്കെ സിലബസ് ആണ് അതിൽ വരുന്നത്, എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, എങ്ങനെ പഠിക്കണം, കേട്ടറ്റാണ് നല്ലത് സി-ടെറ്റ് പഠിക്കുന്നതിനേക്കാളും, കേട്ടറ്റിനാണ് കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ, അങ്ങനെ പലതരത്തിലുള്ള ധാരണകളും പലർക്കും ഉണ്ടാവും. പക്ഷെ ആക്ച്വലി പറയുകയാണെങ്കിൽ സി-ടെറ്റ് ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ ബെനിഫിറ്റ് ആണ്. സെൻട്രൽ ഗവൺമെൻറ് ടീച്ചിങ് എക്സാമുകളും സ്റ്റേറ്റ് ഗവൺമെൻറ് ടീച്ചിങ് എക്സാമുകളും നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട്. അപ്പം സി-ടെറ്റിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഈ ഒരു എക്സാം എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ സി-ടെറ്റ് 1 ആണെന്നുണ്ടെങ്കിൽ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള NCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള സിലബസ് ആണ് നമുക്ക് CBSE പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പേപ്പർ 2 ആണ് നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ NCERT ടെക്സ്റ്റ് ബുക്ക് 6ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള സിലബസും അതുപോലെ തന്നെ അതിനെ ബേസ് ചെയ്താണ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് വരാറുള്ളത്. അപ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? വളരെ സ്ട്രക്ചേർഡ് ആയിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. വളരെ സ്ട്രക്ചേർഡായി സിസ്റ്റമാറ്റിക്കായി പഠിക്കുകയാണെങ്കിൽ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ റിവൈസ് ചെയ്ത് നമ്മൾ ഒരുപാട് ടോപ്പിക്കുകളാണ് ഇവിടെ പഠിക്കുന്നത്. ലാംഗ്വേജസ് ഉണ്ട്, അതുപോലെ തന്നെ സൈക്കോളജി ഉണ്ട്, പിന്നെ നമ്മുടെ സബ്ജക്റ്റ് പേപ്പർ 1 ആണെങ്കിൽ മാത്സ് ആൻഡ് സയൻസ്, പേപ്പർ 2 ആണെങ്കിൽ മാത്സ് ആൻഡ് സയൻസ് കോമ്പിനേഷൻ ഉള്ളവർ മാത്സും സയൻസും, അല്ല സോഷ്യൽ സയൻസ് ആണെങ്കിൽ സോഷ്യൽ സയൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. അപ്പോൾ റിവിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിവൈസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ കണ്ടന്റ് തറവായിരിക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എക്സാം ഹാളിൽ പോകുന്ന സമയത്ത് കൺഫ്യൂഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിലുള്ളൊരു പ്രിപ്പറേഷനാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അതിനായിട്ട് ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ സി-ടെറ്റിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു ക്ലാസ്സസ് എന്ന് പറയുന്നത് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആണ്. കാരണം നമുക്ക് കുറേ സബ്ജക്ട്സ് പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ് ആയി പഠിച്ച് വേറൊരു സബ്ജക്റ്റ് പഠിക്കുന്ന അത്ര പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ടോപ്പിക്കും, അതായത് ഓരോ സബ്ജക്റ്റിൽ നിന്നും ഓരോ ടോപ്പിക്ക് വീതം അങ്ങനെയുള്ളൊരു ടൈം ടേബിളാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ടൈം ടേബിളിനെ ബേസ് ചെയ്തിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്, അതുപോലെ തന്നെ നമുക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യും. ഒപ്പം നമുക്ക് റിവിഷൻ എക്സാംസ്, മോഡൽ എക്സാം, അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മെൻറ്റർഷിപ്പ് സപ്പോർട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു CC-യിൽ ബിഗ് ഡേയ്സ് ഓഫേഴ്സ് നടക്കുകയാണ്. അപ്പോൾ ആ സ്പെഷ്യൽ ഓഫറിലൂടെ നിങ്ങൾക്ക് കോഴ്സുകൾ സ്വന്തമാക്കാം. എന്നാണോ എക്സാം വരുന്നത്, ഇപ്പോൾ നമുക്കറിയില്ല എക്സാം എങ്ങനെയാണ്, അപ്പോൾ എക്സാം വരെയും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പം ഈ ഒരു കോഴ്സ് നമ്മൾ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടാണ് പോകുന്നത്. എക്സാമിൻ്റെ തലേ ദിവസം വരെയും നമുക്ക് എക്സാംസ് ആയിട്ടും അതുപോലെ തന്നെ മോഡൽ എക്സാംസ് ആയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
ഇപ്പം സി-ടെറ്റിൻ്റെ ഒരു ഫ്രീ ഗ്രൂപ്പ് ഉണ്ട്. ആ ഫ്രീ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സി-ടെറ്റിനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേഷൻസ് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അതിൽ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിയാനായിട്ട് സാധിക്കും. അത് നമ്മൾ ഇവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ സി-ടെറ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അല്ലെങ്കിൽ എല്ലാ ന്യൂസുകളും നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഇനി കോഴ്സിൽ ജോയിൻ ചെയ്യാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓഫർ ബിഗ് ഡേയ്സിൻ്റെ ഓഫറോട് കൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സി-ടെറ്റിൻ്റെ റിസൾട്ട് എപ്പോഴാണ് ഉണ്ടായിരിക്കുക? നമ്മൾ പറഞ്ഞു സി-ടെറ്റ് എക്സാം കഴിഞ്ഞ് സാധാരണയായിട്ട് 1 മാസം അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിലായിട്ടാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മുടെ എക്സാം നടന്നിട്ട് 1 മാസം കഴിഞ്ഞു, 2 മാസത്തോളം ആവാറായി. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് സി-ടെറ്റിൻ്റെ റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി റിസൾട്ട് പബ്ലിഷ് ചെയ്തു. പാസ്സാവാനായിട്ട് നമുക്ക് എത്ര മാർക്ക് വേണം? 82 മാർക്കാണ് റിസർവേഷൻ കാറ്റഗറിക്ക് വേണ്ടത്. അതുപോലെ തന്നെ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 90 മാർക്കാണ് വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് വരുന്ന സമയത്ത് തന്നെ അതിൽ ക്വാളിഫൈഡ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്കുള്ള ഡൗട്ട്, ഇത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എവിടെ വെച്ചായിരിക്കും, എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് കിട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ വെരിഫിക്കേഷന് വേണ്ടി എവിടെയും പോകേണ്ട കാര്യമില്ല. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡയറക്റ്റായിട്ട്, അത് നിങ്ങൾ പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ ഡയറക്റ്റായിട്ട് വെരിഫൈ ചെയ്യും. നിങ്ങൾ ഈ വെരിഫിക്കേഷന് വേണ്ടി ഒരു ഓഫീസിലും പോകേണ്ടതായിട്ടുള്ള കാര്യമില്ല. അതുപോലെ തന്നെ ഇനി സർട്ടിഫിക്കറ്റ് എങ്ങനെ കിട്ടും, പോസ്റ്റലായിട്ട് വരുമോ, അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. പോസ്റ്റലായിട്ടൊന്നും അല്ല നമുക്ക് കിട്ടുന്നത്. ഡിജി ലോക്കർ വഴിയാണ് സർട്ടിഫിക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എക്സാം എഴുതി റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ ഡിജി ലോക്കർ ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളുടെ ഡീറ്റെയിൽസ്, ആധാർ നമ്പറും പേരും ഡീറ്റെയിൽസൊക്കെ കൃത്യമായി തന്നെ കൊടുത്ത് ഡിജി ലോക്കർ ഡൗൺലോഡ് ചെയ്ത് വെക്കാം. റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഡിജി ലോക്കറിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങളത് ഡൗൺലോഡ് ചെയ്യുക. പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾക്ക് ലാമിനേറ്റ് ചെയ്തോ അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. അതാണ് റിസൾട്ടിൻ്റെ ഒരു പ്രൊസീജിയർ. റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാലുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ കുറഞ്ഞ ദിവസങ്ങളിലുള്ളിൽ തന്നെ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? സി-ടെറ്റിൻ്റെ റിസൾട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് പലർക്കുള്ളൊരു സംശയമാണ്, സി-ടെറ്റ് എക്സാമിൽ പാറ്റേണിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, കഴിഞ്ഞ വർഷങ്ങളിലേതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളതായിരിക്കും. നമുക്കറിയാം 2025 എക്സാമേ നടന്നിട്ടില്ല. സി-ടെറ്റിൻ്റെ 1 വർഷം എക്സാം നടന്നിട്ടില്ല. അതിനുശേഷം 2026 ഫെബ്രുവരിയിലാണ് എക്സാം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാമിൽ മാറ്റങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലാംഗ്വേജിൻ്റെ സൈഡൊക്കെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഓവറോൾ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. ആ ഒരു ലെവൽ കീപ്പ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ആയിരുന്നു. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ മാറ്റങ്ങൾ വന്നതുകൊണ്ട് അതിൻ്റേതായ മാറ്റങ്ങൾ നമുക്ക് ഇവിടെയും എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾ ഒരുപാട് പുറകിലോട്ടുള്ള PYQs നോക്കി പഠിക്കുകയാണെങ്കിൽ അതും ഈ ഒരു എക്സാം പാറ്റേണും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്നിരുന്നാലും പെഡഗോഗി ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള ഭാഗങ്ങൾ, അതുപോലെ തന്നെ ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ്, അതൊക്കെ കുറച്ച് ലെവൽ കൂടുതലുള്ള ക്വസ്റ്റ്യൻസ്, അതായത് സാധാരണ കാണുന്ന ക്വസ്റ്റ്യൻസിൽ നിന്നും വേറിട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇത്തവണ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണെങ്കിലും പേപ്പർ 1 വരുന്ന സമയത്ത് സോഷ്യൽ സയൻസ് എന്നൊക്കെ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള പ്രിപ്പറേഷനാണ് നമുക്ക് ഇനിയത്തെ എക്സാമിന് വേണ്ടത്. കാരണം പാറ്റേണിൽ ചേഞ്ചസ് ചെറിയ രീതിയിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതായത് വലിയൊരു ചേഞ്ച് എന്നല്ല, ബേസിക് ആയിട്ടുള്ള സിലബസുകളെല്ലാം സെയിം തന്നെയാണ്. പക്ഷേ ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസിൻ്റെ ലെവലൊന്ന് കുറച്ച് മാറിയിട്ടുണ്ട്. മെയിൻലി പെഡഗോഗിയിലാണ് ഇത്തവണ വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ മാത്സ് പെഡഗോഗിയിലൊക്കെ ആണെങ്കിൽ പെഡഗോഗി റിലേറ്റഡ് ആയിട്ടുള്ള ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയലായിട്ടും അതുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് വരുന്ന കാര്യങ്ങളിലൊക്കെ വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ ഉണ്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ വലിയൊരു ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് തന്നെയാണ്. പക്ഷേ പെഡഗോഗിയിലാണ് കൂടുതൽ മാറ്റങ്ങൾ വന്നിട്ടുള്ള. ലാംഗ്വേജ് സൈഡ് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയൊക്കെ ലെവൽ കൂടി, എസ്പെഷ്യലി മലയാളം പേപ്പർ 2-ൻ്റെയൊക്കെ മലയാളം എന്ന് പറയുന്നത് അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. പലർക്കും അത് ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളമൊക്കെ ആകുമ്പോൾ, ലാംഗ്വേജ് ഒക്കെ ആകുമ്പോൾ നമുക്ക് വായിച്ചെടുത്ത് ആൻസർ കണ്ടുപിടിക്കുക. അപ്പോൾ ടൈം കൺസ്യൂമിംഗ് ആണ്. ആ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. പക്ഷേ വളരെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ
ഇനി വരുന്ന എക്സാമിലും അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റില്ല. എന്നാലും ഡിഫിക്കൽട്ടി ലെവൽ കുറച്ച് കൂടുതലായിരിക്കും എന്ന് തന്നെ വേണം നമ്മൾ എക്സ്പെക്ട് ചെയ്യാനായിട്ട്. കാരണം ഓരോ വർഷം കഴിയുമ്പോഴും ആ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിഫിക്കൽട്ടി ലെവലിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സ്റ്റാൻഡേർഡ് കൂടി വരുന്നുണ്ട്. അപ്പോൾ അത് എക്സ്പെക്ട് ചെയ്തിട്ട് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അതായത് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ കുറച്ച് ഹയർ ഓർഡർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഹയർ ഓർഡർ തിങ്കിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ അതും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അസേർഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CBSE ടെക്സ്റ്റ് ബുക്കിലാണെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിലാണെങ്കിലും ലോവർ ക്ലാസ്സിലാണെങ്കിൽ പോലും ഈ അസേർഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറേ ക്വസ്റ്റ്യൻസ് സയൻസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം നിങ്ങൾ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനാണ് നിങ്ങൾക്ക് വേണ്ടത്. അതല്ലാതെ ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ ആ ഒരു രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാം വളരെ ഡിഫിക്കൽട്ടായിട്ടേ തോന്നുള്ളൂ. കൺസെപ്റ്റ് വളരെ തറവാക്കി അതിൻ്റെ അപ്ലിക്കേഷൻ ലെവൽ എങ്ങനെ അപ്ലൈ ചെയ്യണം, നമ്മൾ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യണം, ആ ഒരു ലെവലിൽ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. എന്നാൽ എല്ലാ ക്വസ്റ്റ്യനും അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ എല്ലാ ക്വസ്റ്റ്യനും അങ്ങനെയല്ല. പക്ഷേ എന്നാലും എന്താണ് ഒരു 30 to 40% ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ പാറ്റേണിൽ വന്നിട്ടുള്ള വ്യത്യാസം. എന്ന് വെച്ചാൽ ഒരുപാട് മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അടുത്തതായിട്ട് NCERT ടെക്സ്റ്റ് ബുക്കിലെ മാറ്റങ്ങൾ CTET എക്സാമിനെ ബാധിക്കുമോ? ചേഞ്ചസ് വരുന്നുണ്ട്. കാരണം പണ്ടത്തെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഈ അസേർഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ടെക്സ്റ്റ് ബുക്കിലും അതുപോലെ തന്നെ NCERT ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഇപ്പോൾ 10th ഒക്കെ ആണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ സ്കൂൾ ലെവലിൽ നടത്തുന്ന 6, 7, 8 ക്ലാസ്സുകളിൽ നടത്തുന്ന എക്സാമിലാണെങ്കിലും ഈ അസേർഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, വാല്യൂ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അത് ഒബ്വിയസ്ലി നമ്മുടെ എക്സാമിനെയും അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മുടെ എക്സാമിൽ, അതായത് CTETൻ്റെ എക്സാമിലും എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പഴയ ടെക്സ്റ്റ് ബുക്കും ഉണ്ട്, പുതിയ ടെക്സ്റ്റ്. നമ്മൾ സൈറ്റിലൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് പഴയ ടെക്സ്റ്റ് ബുക്കും കിട്ടും, പുതിയ ടെക്സ്റ്റ് ബുക്കും കിട്ടും. നിങ്ങൾ റെഫർ ചെയ്യേണ്ടത് പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. പക്ഷേ ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പഴയ ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യാം. കാരണം കൺസെപ്റ്റുകളൊക്കെ സെയിം തന്നെയാണ്, പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ടോപ്പിക്കുകളെല്ലാം മാറ്റിയിട്ടുണ്ട്. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യുന്ന രീതിയിൽ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയണമെങ്കിൽ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ മാറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് വ്യക്തമായി അറിഞ്ഞിരിക്കണം. പുതിയ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യണം. ഒപ്പം നമുക്ക് പഴയ ടെക്സ്റ്റ് ബുക്ക് ഒരു എക്സ്ട്രാ റെഫറൻസ് ആയിട്ട് വെക്കാം. കാരണം കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്, ഇപ്പോൾ മാത്സിൻ്റെ ഒക്കെ കേസ് എടുക്കുകയാണെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് പഴയ ടെക്സ്റ്റ് ബുക്കിലാണ്. കൂടുതൽ ഡിഫിക്കൽട്ടി ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ വരുന്നുണ്ട്. ഇവിടെ കൂടുതൽ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു അപ്ലിക്കേഷൻ ലെവലാണ് ഇപ്പോഴത്തെ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നത്. അപ്പോൾ പഴയ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്ത് നോക്കാനൊക്കെ പറ്റും. അപ്പോൾ 2 ബുക്കും പാരലലി പഠിച്ചു പോകുന്നതായിരിക്കും നല്ലത്. അതായത് ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന മാറ്റങ്ങൾ ചെറിയ രീതിയിൽ നമ്മുടെ എക്സാമിനെ എഫക്റ്റ് ചെയ്യും. കാരണം ആ ഒരു ലെവലിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ NCERT ടെക്സ്റ്റ് ബുക്ക് തെറോ ആയിരിക്കണം. എന്തൊക്കെ കാര്യങ്ങൾ ഓരോ ക്ലാസ്സിലുമുണ്ട്, ഏതൊക്കെ ടോപ്പിക്ക് വരുന്നുണ്ട്, അത് എങ്ങനെയൊക്കെയാണ് ക്ലാസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കുന്നത്, എന്തൊക്കെ ടോപ്പിക്കുകളാണ് പഠിപ്പിക്കുന്നത്, ഏതൊക്കെ രീതിയിലാണ് പഠിക്കുന്നത് എന്നുള്ള വ്യക്തമായ ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. കാരണം ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ CBSE സ്കൂളുകളിലാണ് പഠിപ്പിക്കാൻ പോകുന്നതെങ്കിൽ, ഇപ്പോൾ കേന്ദ്രീയ വിദ്യാലയ പോലെയുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സ്കൂളുകൾ, അപ്പോൾ അവിടെയൊക്കെ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് എന്താണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക്, NCERT ടെക്സ്റ്റ് ബുക്കുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടായിരിക്കണം. നന്നായിട്ട് നിങ്ങൾക്ക് അറിയാൻ വേണം എങ്ങനെയാണ് ടോപ്പിക്സ് ഉള്ളത്, എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്നുള്ളത് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി CTET സിലബസിൽ മാറ്റങ്ങൾ വരുമോ എന്ന് ചോദിച്ചാൽ മാറ്റം വരാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ പലയിടത്തും പറയുന്നുണ്ട് ഇനി CTET പേപ്പർ 1, പേപ്പർ 2 മാത്രമല്ല അതർ കാറ്റഗറീസും കൂടെ വരുന്നുണ്ട്. അതായത് KTETൻ്റേതുപോലെ 3ഉം 4ഉം ഒക്കെ വരുന്നുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സിലബസിൽ മാറ്റങ്ങൾ ഉണ്ടാവാം. അത് പുതിയ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അവിടെ മെൻഷൻ ചെയ്യും എന്താണ് സിലബസ്, പുതിയ സിലബസ് എന്താണെന്നുള്ളത് CBSE ഡിക്ലെയർ ചെയ്യും. അതല്ല എങ്കിൽ എക്സാമിന് മുൻപ് തന്നെ, ഇപ്പോൾ ഇത്തവണ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപേ എക്സാം ഡേറ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ ഒരു ഡിക്ലറേഷൻ ഒഫീഷ്യലായിട്ടുണ്ടാവും. എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു സിലബസിൻ്റെ മാറ്റം നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. നിലവിൽ സിലബസിൽ മാറ്റങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള മാറ്റങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ CBSE എവിടെയും ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ സിലബസ് തന്നെയാണ്, അത് ഫോളോ ചെയ്ത് പോവുക, അത് പഠിക്കുക. കാരണം ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപോ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമൊക്കെ ആയിരിക്കും സിലബസ് ഡിക്ലെയർ ചെയ്യുക. തൊട്ട് മുൻപോ അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് വളരെ ലിമിറ്റഡ് ടൈം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എന്നിട്ട് പഠിച്ചു തുടങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതത്ര പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക. നമുക്കറിയാം ടെക്സ്റ്റ് ബുക്ക് എന്താണെന്നുള്ളത് അറിയാം, അപ്പോൾ അതിലെ കണ്ടന്റുകളും നമുക്കറിയാം, അതൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോവുക. പിന്നെ വരുന്ന ചേഞ്ചസ് എന്താണോ ആ ചേഞ്ചസ് മാത്രമല്ലേ നമുക്ക് മാറ്റി പഠിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് വേണ്ടത്. അടുത്ത CTET-ന് എങ്ങനെയാണ് പഠിക്കേണ്ടത്? അപ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആയിരിക്കണം നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത്. ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് നമ്മളിപ്പോൾ എക്സാമിന് അപ്ലൈ ചെയ്യുകയാണ്, പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ വളരെ നന്നായി പഠിക്കും. രണ്ടാമത്തെ ദിവസം ആകുമ്പോൾ അത്രത്തോളം നമുക്ക് ആ ഒരു എനർജി ലെവൽ ഉണ്ടാവില്ല, അത് കുറഞ്ഞു വരും. ആ ഒരു രീതിയിലാവരുത്. ഡേ 1 അതായത് എക്സാമിന് നമ്മൾ പഠിച്ചു തുടങ്ങുന്ന ദിവസം നമുക്ക് എത്രത്തോളം എനർജി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അന്ന് മുതൽ അന്ന് എങ്ങനെയാണോ പഠിക്കുന്നത് ആ ഒരു രീതി തന്നെ നമ്മൾ എക്സാമിൻ്റെ തലേനാൾ വരെയും നമ്മളത് കണ്ടിന്യൂ ചെയ്തു പോകണം. അതല്ലാതെ നമ്മൾ ഒരു ദിവസം പഠിച്ചു പിന്നെ അതവിടെ വിട്ടു, അതിനുശേഷം നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും പഠിക്കുകയാണെങ്കിൽ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓരോരുത്തരുടെയും മെമ്മറി പവർ ഡിഫറെൻ്റ് ആണ്. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ ആ ഒരു ട്രാക്കിൽ നിന്ന് പുറത്തു പോയി പിന്നെ വീണ്ടും പഠിച്ചതിനോട്ട് എത്തുക എന്ന് പറയുന്നത് വീണ്ടും നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പോഴത്തെ സിലബസ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കയ്യിൽ വയ്ക്കാം. എന്നിട്ട് സിലബസ് നോക്കി അതിലെ ഓരോ ടോപ്പിക്കുകളും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു പോവുക. പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഏത് ക്ലാസ് ഫോളോ ചെയ്യുകയാണെങ്കിലും ഏത് ബുക്ക് ഫോളോ ചെയ്യുകയാണെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്റ്റഡി നോട്ട് ഉണ്ടായിരിക്കണം. കാരണം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുമ്പോൾ ഒരു തവണ കൂടി റിവൈസ് ചെയ്യുന്ന ഒരു എഫക്റ്റാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പോൾ മാത്സിൻ്റെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ ചിലർ മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരായിരിക്കും, മാത്സ് നന്നായി ചെയ്യാൻ കഴിയുന്നവരായിരിക്കും, അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല. അല്ലാത്തവർക്ക് വളരെ ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ബേസിക്സ് മുതലേ പഠിച്ചു പോവുക, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. മാത്സിന് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങളുടെ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സിലബസിലുള്ള ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്ത് എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടുമോ അതൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ എവിടെ നിന്നൊക്കെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടുന്നു അതൊക്കെ ആൻസർ ചെയ്ത് നോക്കാം. അപ്പോൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ടൈം ടേബിൾ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു കൺസിസ്റ്റൻസി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മളുടെ കയ്യിൽ സിലബസ് ഉണ്ടായിരിക്കണം. ഒപ്പം NCERT ടെക്സ്റ്റ് ബുക്കുകളുടെ ഒക്കെ സോഫ്റ്റ് കോപ്പി കയ്യിൽ സൂക്ഷിക്കുക. നിങ്ങളിപ്പോൾ സപ്പോസ് സയൻസിലെ EVS-ലെ ഫുഡ് എന്നുള്ളൊരു ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിൽ ആ ഫുഡ് എന്നുള്ള ടോപ്പിക്ക് 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും 3ലും 4ലും 5ലും എവിടെയൊക്കെ വരുന്നുണ്ടോ അതെല്ലാം അതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോകണം. അങ്ങനെയാണ് പഠിക്കേണ്ടത്. അതല്ലാതെ നമ്മൾ സിലബസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു പിന്നെ ടെക്സ്റ്റ് ബുക്ക് പഠിക്കാനായി വേറൊരു സമയം, അങ്ങനെയല്ല വേണ്ടത്. ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും പഠിച്ചതിന് ശേഷം അടുത്ത ടോപ്പിക്കിലോട്ട് പോവുക. അടുത്ത ടോപ്പിക്ക് പഠിക്കുമ്പോൾ മുൻപ് പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യും വേണം. വീണ്ടും പറയുകയാണ്, ഒരു ക്വാളിഫയിങ് എക്സാം ആയിക്കോട്ടെ കോമ്പറ്റീറ്റീവ് എക്സാം ആയിക്കോട്ടെ റിവിഷൻ എന്ന് പറയുന്നതിൻ്റെ ബാക്ക് ബോൺ ആണ്. പിന്നെ എത്രത്തോളം മോഡൽ എക്സാമുകൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ അത്രത്തോളം മോഡൽ എക്സാമുകളും എഴുതി പ്രാക്ടീസ് ചെയ്യും വേണം. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ CCയിൽ ബിഗ് ഡേ ഓഫേഴ്സ് നടക്കുന്നുണ്ട്. അപ്പം CTET-ൻ്റെ കോഴ്സിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. CTET-ൻ്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പേപ്പർ 1-നും പേപ്പർ 2-നും നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പേപ്പർ 2-ന് മാത്സ് ആൻഡ് സയൻസിനും ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ സയൻസിനും കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടൈം ടേബിൾ ബേസ്ഡ് സ്റ്റഡി പ്ലാൻ ആണ്. നമ്മുടെ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകൾ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ലൈവ് ക്ലാസ്സുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ലൈവ് ക്ലാസ്സുകളിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ, NCERT ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ്, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഓരോ വീക്ക് കഴിയുമ്പോഴും റിവിഷൻ എക്സാമുകൾ ഉണ്ടാവും, മോഡൽ എക്സാമുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം മെൻറ്റർഷിപ്പ് സപ്പോർട്ട് കൂടി വരുന്നുണ്ട്. മെൻറ്റേഴ്സിനെ നിങ്ങൾക്ക് ഡൗട്ട് വരുമ്പോൾ കോൺടാക്റ്റ് ചെയ്യാം, ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ CTET-ന് ഒരു ഫ്രീ ഗ്രൂപ്പ് ഉണ്ട്, ആ ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതുപോലെ ഒരു ഗൂഗിൾ ഫോമും കൂടെ നമ്മളവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോമും ഫില്ല് ചെയ്യുക. കാരണം CTET-മായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ അപ്ഡേഷൻസും ആ ഗ്രൂപ്പിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, CTET-ന് പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ അടുത്ത എക്സാമിൻ്റെ ഡേറ്റ് വരട്ടെ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരട്ടെ ആ ഒരു രീതിയിൽ നിങ്ങൾ ഇരിക്കരുത്. കാരണം അടുത്ത എക്സാം എന്ന് പറയുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക, എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. വളരെ സ്ട്രക്ചേർഡായി പഠിക്കുക, റിവൈസ് ചെയ്യുക. നല്ല രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തവണത്തെ CTET ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്